2026 എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും എൻട്രി ആയിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും പുതിയ പുതിയ അവസരങ്ങൾക്കായിട്ട് നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ കയറ്റിറക്കങ്ങൾക്ക് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്: ഇനി പണം എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സെക്ടറുകളാണ് മികച്ച റിട്ടേൺസ് തരാൻ പോകുന്നത്. എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ചില ഗ്ലോബൽ അനിശ്ചിതത്വങ്ങൾ കാരണം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാർക്കറ്റ് ഒരുപക്ഷെ വളരെ വോളറ്റൈൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫോട് കൂടി വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. Q3 റിസൾട്ടുകൾ വരുന്ന ജനുവരി മാസത്തിൽ ചില പ്രത്യേക സെക്ടറുകൾ ആകർഷണീയമായിട്ടുള്ള ഗ്രോത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഗവൺമെന്റിന്റെ പോളിസികളും വർദ്ധിച്ചു വരുന്ന ഡൊമസ്റ്റിക് ഡിമാൻഡും ഗ്ലോബൽ സാഹചര്യങ്ങളും ഒത്തുചേരുമ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അടുത്ത ബുൾറണ്ണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട സെക്ടറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്താൻ ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. പല സെക്ടറുകൾക്കും വളരെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഗവൺമെന്റിന്റെ ലോങ് ടേം പ്രോജക്ടുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകൾക്ക് സർക്കാർ വലിയൊരു പുഷ് നൽകുന്നുണ്ട്. ഇത് വരും വർഷങ്ങളിൽ വലിയൊരു കുതിപ്പിന് കാരണമായേക്കും. രണ്ടാമതായിട്ട്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കൺസംഷനിലെ ശക്തമായിട്ടുള്ള ഒരു വളർച്ച, ജനങ്ങളുടെ വരുമാനം കൂടുന്നതും അർബനൈസേഷനും പലതരം പ്രോഡക്റ്റുകൾക്കും സർവീസുകൾക്കും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട്, ചൈന പ്ലസ് 1 സ്ട്രാറ്റജി. ഗ്ലോബൽ കമ്പനികൾ ചൈനയെ മാത്രം ആശ്രയിക്കാതെ ഒരു പ്രധാന മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇന്ത്യയെ കാണാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ ഫാക്ടേഴ്സ് എല്ലാം ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയൽ, ഹെൽത്ത് കെയർ, മെറ്റീരിയൽസ് എന്നീ സെക്ടറുകളെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ താരം ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികൾ. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് അളക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നോക്കുക എന്നുള്ളതാണ്. റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, ഫാക്ടറികൾ എന്നിവയുടെ കൺസ്ട്രക്ഷൻ കൂടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെഷീനറികളും ഉപകരണങ്ങളും സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്കാണ് സ്വാഭാവികമായിട്ട് നേട്ടം ഉണ്ടാവുക. ഇവിടെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ആ ഒരു പ്രാധാന്യം വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സെക്ടർ ഇത്ര അട്രാക്റ്റീവ് ആകുന്നത് എന്ന് കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ഒന്നാമതായിട്ട്, ഗവൺമെന്റിന്റെ ഒരു ഫോക്കസ്, മേക്ക് ഇൻ ഇന്ത്യ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് തുടങ്ങിയ സ്കീമുകൾ ഈ ഒരു മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആണ് നൽകുന്നത്. ഏകദേശം 111 ലക്ഷം കോടി രൂപയുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ NIP രാജ്യത്തുടനീളം വലിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖല 2030 $1 ട്രില്യൺ മൂല്യത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ സെക്ടറിന്റെ ഒരു ഗ്രോത്ത് മൊമെന്റം കൂട്ടും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, PLI സ്കീമിന്റെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങുന്നത് ഇപ്പോഴാണ്. വിവിധ സെക്ടറുകളിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ ഫാക്ടറികൾ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ കമ്പനികളുടെ ഓർഡർ ബുക്കുകൾ നിറയാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട്, പ്രൈവറ്റ് സെക്ടറിന്റെ കാപെക്സ് വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പല പ്രൈവറ്റ് കമ്പനികളും ഇപ്പോൾ പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കാനും നിലവിലുള്ളവ എക്സ്പാൻഡ് ചെയ്യാനും നിർബന്ധിതരാവുകയാണ്. ഡിസംബർ 2025 RBI റിപ്പോ റേറ്റ് 5.25% കുറച്ചത് ലോണുകൾ കൂടുതൽ ആകർഷണീയമാക്കാനും ഈ വളർച്ചയ്ക്ക് സപ്പോർട്ട് നൽകാനും സഹായിച്ചു. ഈ സെക്ടറിലെ ശ്രദ്ധേയമായിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കിപ്പോകാം. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കമ്പനികളാണ് ഈ ഒരു സെക്ടറിലുള്ളത്. ലീഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ ലാസൻ ആൻഡ് ടൂബ്രോ, സീമെൻസ്, ABB ഇന്ത്യ ഇവരാണ് ഏറ്റവും മുൻപന്തിയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് എത്തുന്നത്. എല്ലാന്റിയുടെ ഓർഡർ ബുക്ക് എക്കാലത്തെയും ഉയർന്ന നിലയിലാണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ മുതൽ ഡിഫൻസ് വരെയുള്ള സെക്ടറിലെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അവർക്കൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. സീമെൻസും ABBയും പോലെയുള്ള കമ്പനികൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ, സസ്റ്റൈനബിൾ എനർജി തുടങ്ങിയ അതിവേഗം വളരുന്ന ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫാക്ടറികൾ മോഡേണൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധ്യത ഈ കമ്പനികൾക്കായിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സെക്ടർ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ എവർഗ്രീൻ സെക്ടർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. എക്കണോമിയുടെ കണ്ടീഷൻ എന്ത് തന്നെ ആയാലും ഹെൽത്ത് കെയറിനുള്ള ഡിമാൻഡ് ഒരിക്കലും കുറയില്ല. എന്നാൽ ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ ഒരു ഡിഫൻസീവ് ഇൻവെസ്റ്റ്മെന്റ് എന്നതിലുപരി ഒരു വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായിട്ട്, വർദ്ധിച്ചു വരുന്ന ഹെൽത്ത് അവയർനെസ്, കോവിഡിന് ശേഷം ആളുകൾ ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം, ഇതൊക്കെ ഹോസ്പിറ്റലുകൾ, ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ, ഫാർമ കമ്പനികൾ എന്നിവയുടെ എല്ലാം റവന്യൂ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരുടെ എണ്ണം കൂടിയതും ഹോസ്പിറ്റലുകൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹെൽത്ത് കെയർ പോലെയുള്ള കമ്പനികൾക്ക് Q3 ഫലങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇത് സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായിട്ട്, ഫാർമ സെക്ടറിലെ അവസരങ്ങൾ. ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ജനറിക് മരുന്നുകൾക്ക് US പോലെയുള്ള ഡെവലപ്ഡ് മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡുണ്ട്. പല ഗ്ലോബൽ കമ്പനികളും ചൈനീസ് മരുന്ന് നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ട്. റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ICRAയുടെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് 2026 ഫിനാൻഷ്യൽ ഇയറിൽ 7 മുതൽ 9% വരെ റവന്യൂ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. ഇതിന് പ്രധാന കാരണം ഒരു സ്ട്രോങ് ഡൊമസ്റ്റിക് യൂറോപ്യൻ മാർക്കറ്റുകളാണ്.
മൂന്നാമതായിട്ട് മെഡിക്കൽ ടൂറിസം. കുറഞ്ഞ ചെലവിൽ മികച്ച ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇന്ത്യ ലഭ്യമായതിനാൽ വിദേശത്ത് നിന്നും ധാരാളം ആളുകൾ ഇവിടേക്ക് മെഡിക്കൽ ടൂറിസത്തിനായിട്ട് വരുന്നുണ്ട്. ഇത് ഹോസ്പിറ്റൽ ചെയിനുകൾക്ക് അഡീഷണൽ റവന്യൂ നൽകുന്നുമുണ്ട്. ഈ സെക്ടറിലെ ശ്രദ്ധേയമായ കമ്പനികൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കിപ്പോവാം. ഹോസ്പിറ്റൽ രംഗത്ത് അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളൊക്കെ വലിയ എക്സ്പാൻഷൻ പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഫാർമ രംഗത്ത് സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങി മേജർ പ്ലേയേഴ്സിന് പുറമെ ഡയഗ്നോസ്റ്റിക് രംഗത്തെ കമ്പനികളും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. HSBC പോലെയുള്ള ബ്രോക്കറേജുകൾ അപ്പോളോ ഹോസ്പിറ്റൽസിന് 21% വരെ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രവചിക്കുന്നുണ്ട്. ഈ മേഖലയിലെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ മൂന്നാമത്തെ സെക്ടറിലേക്ക് കിടക്കാം. മെറ്റീരിയൽസ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സെക്ടറാണ്. സിമന്റ്, സ്റ്റീൽ, കെമിക്കൽ, പെയിന്റ്സ് എന്നിവയെല്ലാം ഈ കാറ്റഗറിയിൽ വരും. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. രാജ്യത്ത് കൺസ്ട്രക്ഷനും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികളും കൂടുമ്പോൾ ഈ റോ മെറ്റീരിയൽസിന് വൻ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ബൂം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ സെക്ടറിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മെറ്റീരിയൽ സെക്ടറിലെ വലിയ സാധ്യതകൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാന റീസൺ ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെ ഡിമാൻഡാണ്. സർക്കാർ റോഡുകൾക്കും പാലങ്ങൾക്കുമായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ സിമെന്റിനും സ്റ്റീലിനും ഒക്കെ ആവശ്യം കൂടും. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാർക്കറ്റ് 2025 $44.4 ബില്യൺ നിന്ന് 2034 ഒരു $64.5 ബില്യൺ ആയിട്ട് വളരുമെന്നാണ് ആ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളത്. ഇത് കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് ശക്തമായിട്ട് തുടരുകയാണ്. കുറഞ്ഞ ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഈ മാർക്കറ്റിനെ സജീവമാക്കുന്നു. ഇത് സിമന്റ്, പെയിന്റ്, സ്റ്റീൽ കമ്പനികൾക്ക് നല്ല ഒരു റവന്യൂ ഉറപ്പാക്കുന്നുണ്ട്. എല്ലാവർക്കും ഭവനം, സ്മാർട്ട് സിറ്റികൾ തുടങ്ങിയ ഗവൺമെന്റ് സ്കീമുകൾ ഈ ഒരു സെക്ടറിന് അനുകൂലമായിട്ട് നിൽക്കുന്നുമുണ്ട്. മൂന്നാമതായിട്ട് ഗ്രീൻ എനർജിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. സോളാർ പാനലുകൾ, വിൻഡ് ടർബൈനുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രത്യേകതരം സ്റ്റീലും മെറ്റീരിയൽസും ഒക്കെ ആവശ്യമാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടി വരികയാണ്. അപ്പൊ ഈ സെക്ടറിലെ ശ്രദ്ധേയമായിട്ടുള്ള കമ്പനികൾ കൂടി നമുക്ക് നോക്കിപ്പോകാം. സിമന്റ് രംഗത്ത് അൾട്രാടെക് സിമന്റ്, അംബുജ സിമന്റ് എന്നിവ മാർക്കറ്റ് ലീഡേഴ്സ് ആണ്. സ്റ്റീലിൽ ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ എന്നിവയും കരുത്തരാണ്. കെമിക്കൽ രംഗത്ത് പിള്ളൈറ്റ് ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനികൾക്ക് അവരുടെ സ്ട്രോങ് ബ്രാൻഡ് കാരണം മികച്ച പ്രൈസിംഗ് പവർ ഉണ്ട്. ഹിൻഡാൽകോ പോലെയുള്ള കമ്പനികൾ അലുമിനിയം, കോപ്പർ മാർക്കറ്റിലെ മൂവ്മെന്റ് അനുസരിച്ച് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനികളുമാണ്. HSBC ഹിൻഡാൽകോയ്ക്ക് ഏതാണ്ട് 26% വരെ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രവചിച്ചതായിട്ട് നമുക്ക് ന്യൂസിൽ ഈ അടുത്ത് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. 2026 അടുത്ത ബുൾ റണ്ണിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 3 പ്രധാന സെക്ടറുകളാണ്. ഇൻഡസ്ട്രിയൽ, ഹെൽത്ത് കെയർ, മെറ്റീരിയൽസ്. ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ഇൻഡസ്ട്രിയൽ സെക്ടറിനും വർദ്ധിച്ചു വരുന്ന ഹെൽത്ത് ഡിമാൻഡ് ഹെൽത്ത് കെയർ സെക്ടറിനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിലെ കുതിപ്പ് മെറ്റീരിയൽ സെക്ടറിനും വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് നൽകുന്നത്. Q3 റിസൾട്ടുകൾ ഈ സെക്ടറുകളിലെ കമ്പനികളുടെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി നൽകും. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത ബുൾ റണ്ണിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടർ ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.